രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ മഴേൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഞെട്ടിയിട്ടില്ല. കാരണം നമ്മുടെ മലയാളികൾ, നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ സ്ത്രീകൾക്ക് എന്താണ് സംഭവിക്കുന്നത്, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ഏതെങ്കിലും ഒരുത്തനെ വേണമെന്നല്ലാതെ അവൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഇല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് എന്നൊന്നും നോക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ നമ്മളെല്ലാവരും ഉറങ്ങിയിട്ടില്ല. ഒരുപാട് പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് നിന്നൊരു വാർത്ത, അമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷം 9 വയസ്സുകാരിയായ മകളെയും കൊണ്ട് കാട് കയറിയിരിക്കുകയാണ്. ആരാണ്? അമ്മയുടെ ജാരൻ, അതായത് സുഹൃത്ത് എന്നാണ് പറയുന്നത്. ഞാൻ സുഹൃത്ത് എന്ന് ഒരിക്കലും പറയത്തില്ല. അതായത് അമ്മയുടെ ജാരൻ തന്നെ. ഈ അമ്മ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതായത് ഏതെങ്കിലും ഒരുത്തനെ മതിയെന്നാണോ? ഈ 9ഉം 12ഉം വയസ്സൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളുള്ളപ്പോഴേ ഇങ്ങനെയുള്ള ഒരുത്തനെ വീട്ടിൽ കയറ്റാൻ പാടുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോഴും നമ്മുടെ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ ജീവിതമാണ് ജീവിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ആ അമ്മയുടെ കാര്യം പോയി. ആ അമ്മ ഇന്നലെ കൊണ്ട് തീർന്നു. ഇനിയിപ്പോൾ ആ മക്കളെ ആരെങ്കിലും ഏറ്റെടുത്ത് വല്ല അനാഥാലയത്തിലോ എവിടെയെങ്കിലും വളർത്തട്ടെ. ഞാൻ ഇനി ജീവിച്ചിരിക്കുന്ന ചില അമ്മമാരെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഇതുപോലെയുള്ള കൂതറകൾ കുറേ ഇനിയുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് അങ്ങ് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തനെ വിളിച്ച് കയറ്റിയിട്ട് വീട്ടിൽ താമസിപ്പിക്കും. അത് സുഹൃത്തായിരിക്കും, ഇല്ലെങ്കിൽ ജാരനായിരിക്കും, ഇല്ലെങ്കിൽ കാമുകനായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പുതിയ പേരാണ് ഇവർക്കൊക്കെ. അപ്പോൾ വയസ്സ് പ്രശ്നമല്ല, അല്ലെങ്കിൽ വേറെയൊന്നും പ്രശ്നമല്ല. ഇപ്പോഴും തന്നെ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലെയാണ്. ആദ്യം തന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇങ്ങനെ എടുത്തു ചാടുന്ന സ്ത്രീകളോട് നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾ ആലോചിക്കേ. അതായത് പ്രായപൂർത്തിയായ കുട്ടികൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ഉം 4ഉം വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഇവിടെ രക്ഷയില്ല. ആ ഒരു സമയത്താണ് ഇങ്ങനെയുള്ള ജാരന്മാർ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് ഇതുപോലെയുള്ള പണികൾ കാണിക്കുന്നത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടുള്ള ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ശരിക്ക് എന്താ പറയേണ്ടത്, അവിടെ ആ ഒരു സ്ത്രീ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഏതോ ഒരുത്തൻ, അവനെ കണ്ടാൽ തന്നെ ഭയം തോന്നും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും വൃത്തികെട്ട ഒരുത്തനെ കൂടെ താമസിപ്പിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവൻ എങ്ങനെയുള്ളവനാണ്? അതായത് കൊടും ക്രിമിനലാണ്. അതാണ് ആലോചിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരുത്തം മതി. അതാണ് ഇവരുടെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അവന് ബാധ്യതയൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അവൻ ഇനി എന്ത് ജോലി ചെയ്യുന്നാലും മതി, ഞങ്ങൾക്ക് തിന്നാൻ എന്തെങ്കിലും കിട്ടിയാലും മതി. അല്ലാതെ മക്കളുടെ കാര്യമോ, ഈ പെൺമക്കളുണ്ട് എന്നോ, അവർക്ക് 10-12 വയസ്സായിന്നോ, അല്ലെങ്കിൽ ഈ കാമുകം കുറച്ച് കഴിഞ്ഞാൽ ഇനി ഇവരെ മേലേക്ക് കണ്ണു കൊണ്ടുപോകുന്നോ, ഇതൊന്നും ഒരു പ്രശ്നവുമല്ല. ഇപ്പോഴും കുറേ എണ്ണം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നല്ലതല്ലേ? അതായത് 2ാം കല്യാണം ഒക്കെ ഭയങ്കര സംഭവമല്ലേ, അല്ലെങ്കിൽ 2ാം കല്യാണം വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണം ഉണ്ട്. ഇപ്പോഴാരും ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല, എല്ലാവരും ഇതുപോലെ സുഹൃത്തുക്കളെ വെച്ചിട്ടാണ് ജീവിക്കുന്നത്. അത് ശരി തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം ഇപ്പോഴാർക്കും പഴയ പോലെ കല്യാണം കഴിക്കണ്ട, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഒരുമിച്ച് ജീവിക്കുക മാത്രം. കുറേ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കാണിക്കും. അതോടുകൂടി ആരെങ്കിലും ഒരാളുടെ കാര്യത്തിൽ തീരുമാനമാകും. ഏതായാലും ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാമുകൻ ഒരു കാര്യം ചെയ്തിന്, എന്താ വെച്ചാൽ മറ്റേ ആ കുട്ടികളെയൊന്നും ചെയ്തിട്ടില്ല. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ കുട്ടികളെയും കൂടി ഇവൻ ഇന്നലെ അതിൻ്റെ കൂടെ കുത്തിയിട്ടുണ്ടെങ്കിലോ, അതിലൊരു ചെറിയ കുട്ടിക്ക് ചെവിക്ക് ഒരു പരിക്ക് പറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകളാണ് നമ്മുടെ കേരളത്തിൽ നിന്ന്, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ വരുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളവർക്കൊക്കെ ചിരിക്കേണ്ട വകയാണ്. പണ്ടൊക്കെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീഹാറിലും UP-യിലും മറ്റേ ആന്ധ്രയിലൊക്കെ കേൾക്കുന്ന വാർത്തകൾ ഇപ്പം നിരന്തരമായിട്ട് നമ്മുടെ നാട്ടിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ മലയാളികൾക്ക് സംഭവിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും പറഞ്ഞ് ഓരോരോ ആൾക്കാരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛനാങ്ങ് പോയി കഴിഞ്ഞാൽ അവൻ പോട്ടെ, ഇനി ഏതായാലും എൻ്റെ മക്കളെ ഞാൻ വളർത്തിക്കോളാം എന്നുള്ള രീതിയിലായിരുന്നു അമ്മമാർ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പം അമ്മയോട് പറയും, എടി നിനക്ക് വേണ്ടേ ഒന്ന്, നിനക്കൊരു കൂട്ട് വേണ്ടേ, നീ ഒറ്റക്കാവേ, നിനക്കൊരു കൂട്ട് വേണ്ടേ. ഇതാണ് ചിന്ത. അതാണ് പറയുന്നത്. നമ്മുടെ നാട്ടുകാർ തന്നെ ഇവരുടെ അടുത്ത് ഓരോരോ ബാധ്യതകൾ ഇങ്ങനെ എടുത്തു ഒപ്പിക്കുകയാണ്. അവനെ കെട്ടിക്കോടി നീ, ഇവനെ കെട്ടിക്കോ നീ, അവൻ പോയാൽ പോട്ടെ, വേറെ കാളെ കിട്ടത്തില്ലേ, അതുപോലെ തന്നെ നിൻ്റെ മക്കൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുകൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇവിടെ കല്യാണം കഴിക്കലോ ഒരുമിച്ച് ജീവിക്കലോ എന്നല്ല ഏറ്റവും വലിയ കാര്യം. ജോലി ചെയ്ത് കഴിഞ്ഞാൽ മാന്യമായിട്ടിന്ന് വളരെ ചെറിയ തോതിലെങ്കിലും ജീവിക്കാം. ഒരു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികൾ തുണയാകും. അതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ എൻ്റെ സുഖം, എൻ്റെ താൽക്കാലിക സുഖം ഇത് വിചാരിച്ചിട്ടാണ് ഇപ്പോഴും ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് ഏറ്റവും സഹിക്കായത്. ഈ വെട്ടും കുത്തും അല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ല.
രാവിലെ തന്നെ ടി വി തുറന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന ഇത് തന്നെയല്ലേ? എവിടെയെങ്കിലും വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ കുത്തിക്കൊന്നു. ഇന്നലത്തെ ആ സങ്കടകരമായ വാർത്ത ആ ഒരു കൊച്ചിനെയും കൂട്ടിയിട്ട് ഇവൻ പോയതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായത്. അതായത് ഈ അപ്പപ്പാറ എന്ന് പറയുന്ന മേഖല തിരുനെല്ലിക്കടുത്തുള്ളതാണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ, കടുവയടക്കമുള്ള വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. അവിടെയാണ് ഒരു രാത്രി മുഴുവൻ ആ പെൺകുട്ടി, നിങ്ങൾ ആലോചിച്ച് നോക്കണം, 9 വയസ്സുള്ള പെൺകുട്ടികളാണ്, നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട്. ആ 9 വയസ്സുള്ള പെൺകുട്ടി ആ കാട്ടിൽ ഇവനോടൊപ്പം, അതായത് സ്വന്തം അമ്മയുടെ കൊലയാളിയോടൊപ്പം ആ പെൺകുട്ടി കഴിഞ്ഞ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, ഒരു കാരണവശാലും ഇവനെയൊന്നും വിട്ടു കൊടുക്കരുതായിരുന്നോ? അതാണ് വേണ്ടത്. അതായത് ആ പെൺകുട്ടിയെ ഇത്രയും നേരെ 10-12 മണിക്കൂർ ഇവരുടെ കൂടെ നിർത്തിച്ചു എന്നാണ് പറയുന്നത്. അവനെയൊന്നും ഒരിക്കലെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കരുത്. ഇനിയിപ്പോഴെന്താ, കുറേ നാൾ കഴിയുമ്പോൾ അവനിൻ്റെ ശിക്ഷയും കഴിഞ്ഞിട്ട് അവനിങ്ങോട്ട് വരും, ഒരു 10-14 കൊല്ലം കഴിയുമ്പോഴേ. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവൻ വേറെ കെട്ടിയിട്ട് ജീവിക്കും. ഇതല്ല വേണ്ടത്. അവനൊന്നും ശരിക്കും ഇങ്ങനെ നടക്കാനാക്കരുത്. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളോട് ലജ്ജ തോന്നുകയാണ്. ഇവനെയൊക്കെ നാളെ ഇങ്ങനെ തീറ്റി പോറ്റണ്ടേ നമ്മളെ പൈസേനെ കൊണ്ട് തന്നെ? ആലോചിച്ചൊക്കെ ഏതെങ്കിലും ഒരു ജയിലിൽ കിടക്കുമ്പോൾ ഓന് ചിക്കനും മട്ടനും ഓൻ്റെ ചോറും ഓൻ്റെ സകലതെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ആരാ? ഇവിടെയുള്ള സാധാരണക്കാരുടെ പൈസയല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവറ്റകൾക്ക് ഇനി ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുക കുറേ നാൾ. എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊരു അറുതിയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നാൾക്ക് നാൾ എന്ന് പറഞ്ഞാൽ ഇതന്നെയല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയും അയ്യോ മാനസിക പ്രശ്നമാണ്, അയ്യോ മാനസിക പ്രശ്നമാണ്. എന്ത് തേങ്ങാക്കൊല മാനസിക പ്രശ്നമാണ് നിങ്ങൾ പറയുന്നത്? ഒരു മാനസിക പ്രശ്നങ്ങളുമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം വേറെയാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. അതായത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നമുണ്ടല്ലോ, അത് തന്നെയാണ്. പിന്നെ കുറേ കാമപ്രാന്തന്മാരും കുറേ കാമപ്രാന്തത്തികളും. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളെ പ്രശ്നം, അല്ലാതെ വേറെ ഒന്നുമല്ല. ഒരു പരിധി കഴിഞ്ഞാൽ ഇനി ഭർത്താവ് പോയി കഴിഞ്ഞാൽ പോട്ടെ, ഞാൻ പറഞ്ഞല്ലോ. അതായത് ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഇനി ജീവിച്ചൂടെ? അതാണ് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ക്രിമിനലിനെ കൊണ്ടുവന്നിട്ട് ഒപ്പം താമസിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലാതായി. ഇപ്പോൾ അച്ഛനുമില്ല അമ്മയുമില്ല, അനാഥരായി. അത്രയേ ഉള്ളൂ. പക്ഷേ അനാഥരായി എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അവർക്ക് കുറച്ചു കാലം ദുഃഖമുണ്ടാകും, ശരിയാണ്. പക്ഷെ അവരെ കൊല്ലാതെ വെറുതെ വിട്ടല്ലോ, അത് തന്നെ വലിയൊരു ആശ്വാസം. സാധാരണ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും അവരെയൊക്കെ അടക്കെടുത്തിട്ടാണ് ഇവൻ എന്തെങ്കിലും ചെയ്യുക. അതിലേതായാലും വലിയൊരു സമാധാനമുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, അതായത് സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, മാന്യമായിട്ട് നഷ്ടപരിഹാരം വാങ്ങിക്കണം. അതുമാത്രവുമല്ല, ഇനി അത് തരുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ ജോലി ചെയ്തിട്ട് അന്തസ്സായിട്ട് ജീവിക്കുക. ഇവിടെ ഒരുപാട് മാതാപിതാക്കളുണ്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. അവരെയും പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടീമുകൾ ഉണ്ടാകും. എടി നിൻ്റെ മക്കൾ നാളെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നീ ഒറ്റക്കാകും, നിൻ്റെ മക്കൾ നാളെ കല്യാണം കഴിഞ്ഞു പോയാൽ നീ ഒറ്റക്കാകും. ഇങ്ങനെയുള്ള കുറേ ചെകുത്താന്മാരുണ്ട്. അവരോടൊക്കെയാണ് പറയുന്നത്, അനാവശ്യ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണ്ട. അവർക്ക് വേണമെന്ന് തോന്നുമ്പോൾ അവർ സ്വീകരിച്ചോട്ടെ. എന്തിനാണ് എനിക്കൊരു തുണ വേണ്ടേ നിനക്കൊരു തുണ വേണ്ടതെന്ന് ചോദിക്കുന്നത്? അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഭർത്താവ് മരിച്ചവരുണ്ട്, ഭർത്താവ് ഉപേക്ഷിച്ചവരുണ്ട്, അന്തസ്സായിട്ട് പെൺമക്കളെയായാലും ആൺമക്കളെയായാലും നോക്കുന്നവരുണ്ട്. അതുപോലെ നോക്കി ജീവിക്കുക. ഇതുപോലെയുള്ള സുഹൃത്തുക്കളെ, അതുപോലെ കാമുകന്മാർ എന്ന് പറയുന്ന ഈ അലവലാദികളെ നിങ്ങൾ 7 അയൽവക്കത്ത് അടുപ്പിക്കാതിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്ക്, 4 ആൾ അറിയട്ടെ. എന്നാലെങ്കിലും ഇത് നിർത്തുമോ നമുക്കൊന്ന് നോക്കാലോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആ മരിച്ച സ്ത്രീക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ. അതായത് ജീവിച്ചിരിക്കുന്ന ഇതുപോലെയുള്ള കുറച്ച് കൂതറകൾ ഇനിയുണ്ട്, എനിക്കറിയുന്ന കുറച്ച് കൂതറകൾ തന്നെയുണ്ട്. അവറ്റകൾ വരെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ആൺ സുഹൃത്ത് എന്ന വർഗത്തെ ഇന്ന് തന്നെ അടിച്ചിറക്കണം അവിടുന്ന്, പ്രത്യേകിച്ചും തന്നെ പെൺമക്കളുള്ള അമ്മമാർ. നന്ദി, നമസ്കാരം.